പറയട്ടെ ഹലോ 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 ചെക്കിംഗ് ഹലോ ടെസ്റ്റ് മൈക്ക് ടെസ്റ്റ് ഇവിടെ പറയുന്ന അവിടെ കേൾക്കാവോ ഹലോ എന്ന് പറയുമ്പോ രമണിന്നൊന്നും കേൾക്കുന്നില്ലല്ലോ ഹലോ 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 ഓക്കെയാണ് സൗണ്ട് ഒക്കെ ഓക്കെയാണ് തുടങ്ങിക്കോ അല്ല അത് വേറൊന്നും അല്ല സ്പീക്കർ കസേരയാണെന്നുള്ള ക്യാരക്ടർ ഒന്ന് രജിസ്റ്റർ ചെയ്തതാണ് അപ്പം നമസ്കാരം ഞാനാണ് സ്പീക്കർ കസേര അയ്യോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ എന്തോരം ബഹളം നടന്നൊരു നിയമസഭയാണെന്ന് അറിയാമോ ഇപ്പൊ തൃശ്ശൂർ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് കണക്കായി ഒരു മനുഷ്യനും ഇല്ല അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. എന്തൊക്കെ മേളങ്ങളായിരുന്നു ചേച്ചിക്ക് അറിയാമോ മുദ്രാവാക്യം വിളിക്ക് കരിങ്കൊടി കാണിക്കല് വാക്കൗട്ട് പ്രതിഷേധം എന്തൊക്കെ പരിപാടിയായിരുന്നു ബാനർ പൊക്കി കാണിക്കുന്നു പ്ലക്കാർഡ് പൊക്കി കാണിക്കുന്നു വേറെ പലതും പൊക്കി കാണിക്കുന്നു പിന്നെ ഈ നിയമസഭയ്ക്ക് ഒരു മാന്യതയുള്ളതുകൊണ്ട് ഈ പൊക്കി കാണിച്ചതൊന്നും ഞാൻ അധികം പറയുന്നില്ല ബജറ്റിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ മറന്നതല്ല പറയാത്തതാണ് എന്റെ മുന്നേ പണ്ട് ഇവിടെ ഒരു ബഡ്ജറ്റ് സമ്മേളനം ഉണ്ടായിരുന്നു നടുത്തളത്തിൽ യുദ്ധമായിരുന്നു യുദ്ധം ഞാൻ നോക്കുമ്പോ ഈ ബെഞ്ചിൽ നിന്ന് ഒരാള് നസീർ സാറിനെ പോലെ ഡൈവ് അടിച്ച് പൊന്നാപുരം കോട്ടയിൽ വന്ന് നിൽക്കുന്ന പോലെ ചേമ്പറിൽ കയറി നിന്നിട്ട് എന്റെ കാലെ പിടിച്ച് കറക്കി നിലത്തോടെ എന്നിട്ട് വലിച്ചെളിച്ചോണ്ട് നടക്കുക അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല അതിന്റെ ഒരു ആട്ടം എന്റെ കാലിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ കാണണോ ആടാട് ആടാട് ആടാടാടാട് ആടാട് ആടാട് ആടാടാടാട് ആടാട് ആടാട് ആടാടാട് ആടാട് ആടാട് ആടാടാട് നല്ല രസം ഉണ്ടായിരുന്നല്ലേ ആട്ടം സ്കിറ്റ് തീരുന്നവരെങ്ങനെയാണെന്ന് ആട്ടട്ടാ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഡ്യൂറേഷൻ കൂടുതലെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ വെട്ടി കുറയ്ക്കാൻ പറഞ്ഞു അതിന്റെ ഇടയിലാണ് ആടാട് അപ്പം ഇപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇവിടെ ഒരു മുഖ്യനില്ല അതാണ് ഇവിടത്തെ മുഖ്യ വിഷയം അത് പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾ ഒരാളെ ചോദിച്ചപ്പോ 3 പേരെ കൊടുക്കാൻ നിന്നാ നടക്കൂ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ലോട്ടറി ഒരുപോലെയാണ് നാളെയാണ് മുഖ്യമന്ത്രി നാളത്തെ മുഖ്യമന്ത്രി നിങ്ങളാകാം നാളത്തെ മുഖ്യമന്ത്രി ഞാനാകാം നാളത്തെ ഞെരുക്കെടുപ്പ് എന്തൊരു അവസ്ഥയാണെന്നറിയാമോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിൽ വലിയ വിഷമമൊന്നും ഇല്ല പക്ഷെ വിഷമം മൊത്തം മുഖ്യമന്ത്രി കസേരയ്ക്കാ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ഇതുവരെ ആരും വന്ന് അവനിൽ ഇരുന്നില്ലെന്നും പറഞ്ഞിട്ട് അവൻ കരഞ്ഞ് നിലവിളിച്ചോണ്ട് നടക്കുക ഇവിടെ കാണൂടെ അതാ വരണ ആരാടാ മുഖ്യമന്ത്രി ബിഡിയാണോ സിഡിയാണോ എഡിയാണോ വാഷിംഗ് മെഷീൻ ആരാണ് മുഖ്യമന്ത്രി ഗ്രൈൻഡറാണ് മുഖ്യമന്ത്രി ഇനി ഗ്രൈൻഡറും കൂടെ ഉള്ളു മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനായിട്ട് ബാക്കി സകലരും ചോദിച്ചു എനിക്ക് സങ്കടമാണ് എന്തിനു സങ്കടം 3 പേരും കൂടി എന്റെ തലയെ കയറി ഇരുന്നാ ഞാൻ ഒടിഞ്ഞു പോകില്ലടാ ആ കാര്യത്തിൽ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട 3 പേർക്കും കൂടി ഇരിക്കാനുള്ള കസേര സെറ്റ് ആക്കിയിട്ടുണ്ട് എവിടെ കാണ് ഹലോ ഇത് സോഫ സെറ്റ് അല്ലേ ഇതിനും നല്ലത് ബെഞ്ചാണ് അതാ കുറെ പേര് ഇരിക്കാലോ ബെഞ്ചിനേക്കാളും നല്ലത് കട്ടിലാണടാ ഇരുന്ന് ഭരിച്ച് തളരുമ്പോ കിടന്ന് ഭരിക്കാലോ അതൊക്കെ നമ്മുടെ തമിഴ്നാട് അവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് ഭരണം തുടങ്ങി ആരാന്നറിയോ മുഖ്യമന്ത്രി ദളപതി ജോസഫ് വിജയ് അയാളുടെ സത്യപ്രതിജ്ഞ ഒന്ന് കാണണം കേട്ടിട്ടുണ്ട് നീ കേട്ട് സി ജോസഫ് വിജയനും ഞാൻ അത് കേട്ടിട്ടില്ലേ എന്റെ വാർണിഷ് വരെ വാർണിഷ നമ്മള് കസേരയല്ലേ മനുഷ്യന്മാർക്ക് രോമാഞ്ചം കസേര നമുക്ക് വാർണിഷ് എന്ന് പറയാം നമ്മളൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിട്ട് മാസ് കാണിക്കാൻ പറ്റൂടാ റിസൾട്ട് വന്നിട്ട് ഇവിടെ 1 മാസമായി ഇതുവരെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തില്ല പിന്നെയാണ് മാസ് കാണിക്കാൻ പറ്റും ഒന്ന് പോടാ അവിടെ നിന്ന് അങ്ങോട്ട് തീരുമാനിച്ചു തീരുമാനിച്ചാ മുഖ്യമന്ത്രി തീരുമാനിച്ചാ അല്ലെ മുഖ്യമന്ത്രി തീരുമാനിച്ചെന്ന് നീല പറഞ്ഞ മുഖ്യമന്ത്രി തീരുമാനിച്ചത് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചെന്നല്ല പറഞ്ഞത് വെട്ടക്കുറവ് കാരണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ചർച്ച നാളത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറ
ഇന്നലെ ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോ ചായയിൽ പഞ്ചസാര കുറഞ്ഞു എന്ന് പറഞ്ഞ് ചർച്ച മാറ്റി വെച്ചു. അത് മാത്രോ മെനഞ്ഞാന്ന് ചോറ് കഴിക്കുമ്പോ കറിയിൽ കറിവേപ്പില കൂടിപ്പോയെന്നും പറഞ്ഞ് ചർച്ച മാറ്റി വെച്ച്. ശ്ശോ, ഈ മുഖ്യമന്ത്രി ചർച്ച ഡൽഹിയിൽ നടക്കുന്നോണ്ടേ കാക്കകൾ വരെ ടെൻഷൻ അടിച്ച് നടക്കുക. ചർച്ചക്കിടയിൽ കാക്ക തൂറി എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച മാറ്റി വെച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? ആരായിരിക്കും മുഖ്യമന്ത്രി നിനക്കിപ്പോ അറിയണല്ലേ? ഓ സിമ്പിൾ, ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ആരുടേത് വലിച്ചു കീറുന്നു അയാളായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി. എന്തൊരു കഷ്ടവും നോക്കണേ. അവനവന്റെ പാർട്ടിക്കാർ തന്നെ ഫ്ലക്സ് വെക്കുന്നു, അവരുടെ പാർട്ടി തന്നെ അത് വലിച്ചു കീറുന്നു. ഈ ഫ്ലക്സ് വലിച്ചു കീറുമ്പോ ഇവര് ചിന്തിക്കുന്നില്ലേ ട്രോളന്മാർ ഇവരെ വലിച്ചു കീറുന്നു? അതിനുള്ള ബോധം പോലും ഇല്ല. ആ ബോധം ഉണ്ടെങ്കിൽ അവര് ചെയ്യോ? ഒരു കാര്യം ഞാൻ പറട്ടെ, കേരളത്തിൽ ഇപ്പൊ ഹിറ്റാവുന്ന ഒരു ബിസിനസ് ഉണ്ട്. എന്താണ്? ഫ്ലക്സ് കട. അത് കറക്റ്റ് ആണ്. തോറ്റാലും ഫ്ലക്സ് വയ്ക്കുന്നു, ജയിച്ചാലും ഫ്ലക്സ് വയ്ക്കുന്നു, ജയിച്ചവരെല്ലാം കൂടി ഒരാൾക്ക് ഫ്ലക്സ് വയ്ക്കുന്നു. എന്തൊരു അവസ്ഥയെന്ന് പറഞ്ഞിട്ട്. ഒരു സത്യം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഭരണത്തിലിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ പേരുദോഷവും ട്രോളുകളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരു വകുപ്പാണ് എന്റേത്. ഇനി വരുന്ന ഒരാളെങ്കിലും മര്യാദക്ക് ഇരുന്നൊന്ന് ഭരിച്ചാ മതിയായിരുന്നു. അതിനുള്ള ആരോഗ്യം എന്റെ ദൈവമേ കൊടുക്കണേ. അത് ശരിയാണ് കേട്ടോ. ആരെങ്കിലും തൊട്ടുവെന്ന് പറഞ്ഞ് ഉടനെ പോയി അഡ്മിറ്റ് ആവുന്ന ടീമൊന്നും വരാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. എന്തായാലും ആരായിരിക്കും മുഖ്യമന്ത്രി? ആരായിരിക്കും മുഖ്യമന്ത്രി? അതാ പ്രതിപക്ഷം. കുറച്ച് ദിവസമായി എന്നെ കാണുമ്പോ അങ്ങ് ഭയങ്കര കളിയാക്കലാണെന്ന്. നിങ്ങളെ മുഖ്യമന്ത്രിയെ കിട്ടിയോന്ന് ചോദിച്ചോളൂ. അത് സംഭവം വേറൊന്നുമല്ല. ഇലക്ഷൻ റിസൾട്ട് വന്ന 2 ദിവസം അവനൊന്ന് സൈലന്റ് ആയിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കത്തോട്ട് അവൻ വയലന്റ് ആയി തുടങ്ങി. പക്ഷെ ഞാൻ അവനെ നോക്കി വച്ചിട്ടുണ്ട്. നോക്കി വെച്ചിട്ട് എന്താ കാര്യം? പ്രതികരിക്കണ്ടേ? എടാ, ഞാൻ എങ്ങനെ പ്രതികരിക്കും? മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാലല്ലേ സ്പീക്കറെ പ്രഖ്യാപിക്കുള്ളൂ. സ്പീക്കറെ പ്രഖ്യാപിച്ചാലല്ലേ ഇവിടെ വന്നിരിക്കുള്ളൂ. ശരിയാണ്. അല്ലാണ്ട് ഞാൻ വെറുതെ പ്രതികരിച്ചാലേ കറണ്ട് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ സ്പീക്കറിൽ പാട്ടിട്ടാണെങ്കിൽ ഒരു മനുഷ്യൻ കേൾക്കൂലെന്ന്.